അടുത്തത് പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കേരള കുമാരി അവരെ ക്ഷണിക്കുന്നു. അഞ്ചുമൂർത്തി അമ്പലത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ച മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലുപരി ഭാഗവത സപ്താഹയജ്ഞം പ്രഭാഷണം നടത്തുന്ന സ്വാമിജി ശ്രീ ഉദിത് ചൈതന്യ അവർകൾ സദസ്സിനെ ധന്യമാക്കി തീർത്തുള്ള, അതുപോലെ പ്രസിഡന്റുമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിക്കാനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും 2 വാക്ക് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഈ ട്രസ്റ്റിലെ ആളുകൾ എന്നെ ക്ഷണിച്ച്, പഞ്ചായത്തിൽ വന്ന് ക്ഷണിച്ച് ഇവിടെ ഒരു ആദരവ് തന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ അഞ്ചുമൂർത്തി അമ്പലത്തിൽ വെച്ച് ഇത്രയും മഹത്തായ ഒരു സംഭവം നടക്കുന്ന ആ വേദിയിൽ ഒരു ആദരവ് കിട്ടുക എന്ന് പറയുന്നതിൽ ഭേദം, ഇതിലും ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്വാമിജി പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഞാനും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാൾ തന്നെയാണ്. കൃഷിയുമായി മല്ലടിച്ചും പശുക്കളെ വളർത്തിയും കാർഷിക മേഖലയിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ വേദിയിലെ നിൽക്കുന്നതെന്ന്. എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബം തന്നെയാണ്. ഇന്നത്തെ മക്കൾ, പണ്ടൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാനാമം ചെല്ലിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറയിലെ മക്കൾ ഇതൊന്നും ചെയ്യുന്നില്ല. അവരെ വിളിച്ചാൽ അവർ വന്ന് ഇരിക്കുകയില്ല. പക്ഷേ സ്വാമിജി പറഞ്ഞ 2-3 കാര്യം വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ഡ്രഗ്സിന് അടിമയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുമ്പോൾ വളരെ നമ്മുടെ സങ്കടമാണ് നമ്മൾക്ക് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ മക്കളെ പോലെ തന്നെ മറ്റുള്ള രക്ഷിതാക്കളും മക്കളെ വളർത്തുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു സങ്കടമായ കാര്യം. നമ്മൾ പഞ്ചായത്ത് തലത്തിലൊക്കെ വളരെ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും സ്വാമിജി പറഞ്ഞ ആ ഒരു കാര്യം, പരീക്ഷയ്ക്ക് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു തലമുറയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.